ശ്രീമോൻ. ഞാൻ പള്ളിപ്പുറം പഞ്ചായത്തിലെ 21 നമ്പർ ബീച്ച് വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ഇത് ചെറായി ബീച്ച് ഉൾപ്പെടുന്ന പ്രദേശമാണ് എൻ്റെ വാർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള വികസനം, അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതയും അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിത സാഹചര്യങ്ങളുമായിട്ടിപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേവലം ചെറായി ബീച്ച് കേവലം ഒരു 100 മീറ്ററിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നത് ആ ബീച്ചിനെ ഈ വാർഡിൽ മൊത്തം ഉള്ള ബീച്ചിലെ വികസനത്തിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിശ്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 4 വർഷവും ചെറായി ബീച്ചിന് ഇപ്പുറത്തോട്ട് മാറി വടക്കുവശം മാറിയിട്ടുള്ള കാറ്റാടി ബീച്ചിൽ ലൈറ്റ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകൾ ഈ കാറ്റാടി ബീച്ച് ഭാഗത്തേക്ക് വരാനും ഇവിടെയുള്ള ആളുകൾക്ക് ചെറിയ കടകൾ തുടങ്ങാനും അതുപോലെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകൾ, അങ്ങനെ ആളുകളുടെ ജീവിത നിലവാരത്തിലോട്ട് മാറ്റം വരുത്തുന്ന രീതിയിൽ ടൂറിസം ഈ ഭാഗത്തോട്ടും കൂടി വ്യാപിപ്പിക്കുന്നതിനകത്തുള്ളൊരു പരിശ്രമം മെമ്പർ എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട്. അതിനൊരു പരിധി, അതൊരു വലിയ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൂറിസം മേഖലയിൽ അതൊരു പ്രധാന മാറ്റമായിരുന്നു ഈ ഭാഗത്തോട്ടുള്ളത്. ചെറായി ബീച്ച് മാത്രമായി പരിമിതപ്പെട്ടിരുന്നത് ഇപ്പോൾ കാറ്റാടി ബീച്ച് കൂടിയായി അറിയപ്പെടുന്നൊരു കാറ്റാടി ബീച്ചും കൂടി വന്നിട്ടുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയുണ്ട്. അതുണ്ടാക്കാനായിട്ട് MLA മറ്റു ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ അതും സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാർഡിൽ നമ്മുടെ കോൺക്രീറ്റ് റോഡുകൾ ഈ ഒരു വേലിയേറ്റ വെള്ളപ്പൊക്കവും മഴവെള്ളമൊക്കെ ആയിട്ട് എപ്പോഴും ചെളിയിൽ കൂടെ നടന്നിരുന്ന ഒരുപാട് റോഡുകളുണ്ട്. അപ്പോൾ അതൊരു 3-4 റോഡുകൾ പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്ര നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ 5 വർഷക്കാലം കൊണ്ട്. അതോടൊപ്പം തന്നെ അംഗൻവാടിക്കൊരു മതിലുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു മതിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മാറ്റി അവിടെ പുതിയ മതിൽ പണിത്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ശിശു സൗഹൃദ ടോയ്ലറ്റ് പണിത്. അംഗൻവാടിക്ക് സ്റ്റോർ റൂം ഉണ്ടായിരുന്നില്ല, ആ സ്റ്റോർ റൂം പണിത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വന്നതും പിന്നെ അംഗൻവാടിയുടെ മികച്ച പ്രവർത്തനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സമ്മാനം നമ്മുടെ അംഗൻവാടിയിലെ വർക്കർക്കാണ് കിട്ടിയത്. അപ്പോൾ അതും ഈ അടിസ്ഥാന സൗകര്യങ്ങളും പിന്നെ അവരുടെ ടീച്ചിങ് എയ്ഡ് എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വന്നപ്പോഴാണ് അതും നമുക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ കടുത്തടവ് റോഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മത്സ്യക്കാപ്പിലേക്കും പൊയിലേക്കും പോകാനുള്ള ഏക റോഡ് അതാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ ആ റോഡ് ആകെ മോശമായി കിടന്നിരുന്നതാണ്. അത് ടൈല് വിരിച്ച് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ള കണക്ഷൻ ഇല്ലാതിരുന്ന കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സാമ്പത്തിക ബാധ്യത വഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ജലജീവൻ മിഷൻ മുഖാന്തരമുള്ള കുടിവെള്ള കണക്ഷൻ അവർക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഈ വാർഡിലെ ആളുകൾക്ക് ഈ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളാകുന്നതിന് നേരത്തേക്ക് അതിന് ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരാതികളൊക്കെ പരിഹരിച്ച് എല്ലാവരിലേക്കും അത് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ല എങ്കിൽ പരാതികളൊക്കെ ഉണ്ടാവും, എന്നാലും അതൊരു കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ കിട്ടാതെ എല്ലാവർക്കും കിട്ടുന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ വഴിവിളക്കുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ വഴി പോകുമ്പോൾ മനസ്സിലാവും, ഒരു പോസ്റ്റുമേൽ പോലും വഴിവിളക്ക് ഇല്ലാതില്ല. മൊത്തം പോസ്റ്റുമേലും നിലാവ് പദ്ധതിയുടെയും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള വർക്കുകളുടെ ഭാഗമായിട്ട് മുഴുവൻ LED ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ടൂറിസ്റ്റ് നിക്ഷേപകരായിട്ട് ഈ ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ ബീച്ച് സൈഡിലേക്ക് ലൈറ്റുകൾ ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ രാത്രി സമയത്ത് ഇരുട്ടായതുകൊണ്ട് വന്ന് തങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ അവർക്ക് ഇവിടെ ഇരിക്കാനും ഇതേപോലെ രാത്രി വന്ന് സമയം ചെലവഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് ഹോം സ്റ്റേകളും ഈ ഭാഗത്ത് കുറേ ഇവിടുത്തെ ആളുകളുടെ ചെറുകിട കടകളും ഒക്കെ വന്നിട്ടുണ്ട്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ മാലിന്യ പ്ലാന്റ് ഒരെണ്ണം കത്തിയതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ക്വാഡൊക്കെ വന്ന് പരിശോധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിശ്രമവും കുടുംബശ്രീക്കാരുടെ പരിശ്രമത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങുകൾ നടത്തി നമ്മളത് ശുചീകരിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇതിവിടെ നിരന്തരം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം വരുന്ന ആളുകൾ വേസ്റ്റ് ഇവിടെ ഇട്ടുകൊണ്ട് പോകുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോഴേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ മൺസൂണിൻ്റെ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കടലിൽ കയറുമ്പോൾ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് പുഴയിൽ നിന്ന് ഒഴുകി വന്ന പ്ലാസ്റ്റിക്കുകൾ വന്ന് കയറാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ തന്നെ അതൊക്കെ ഇവിടുത്തെ കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും ഒക്കെ വന്നിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. തൊഴിലുറപ്പുകാരും ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പരിശ്രമം കൊടുക്കണം. അവർ വന്നിട്ട് അവരാണ് ഇത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാറ്. ഒരു നല്ലൊരു ശതമാനം പ്ലാസ്റ്റിക് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്.
ഒരു 5 ലോഡ് കുപ്പി തന്നെ, അതായത് ഇവിടെ വരുന്ന ആളുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടോയെന്ന ചില്ലും കുപ്പികൾ തന്നെ ഒരു 5 ലോഡ് ഇവിടെ നിന്ന് കയറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ തരിശുരഹിത പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് അവർ കൃഷിയൊക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. തരിശുരഹിത പദ്ധതിയുടെ ഭാഗമായിട്ടും അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. ഈ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞ് ഈ സാധനമൊക്കെ നശിച്ചു പോകും. അതോടൊപ്പം തന്നെ സ്ഥലം വിട്ടിപ്പോൾ ഈ ഇഷ്ടംപോലെ ആളുകൾ കൂടി ടൂറിസം ആയതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ വന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും സ്ഥലം വിട്ട് തരില്ല, നമുക്ക് കൃഷി ചെയ്യാനായിട്ടൊന്നും സ്ഥലം നമുക്ക് കിട്ടാനില്ല. മതിൽ കിട്ടി എല്ലാവരും ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ടോ ഒക്കെയാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് വ്യാപകമായിട്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും മറ്റേ ഓണത്തിന് ഒരു മുഴുവൻ മറ്റേ പൂ, ആ കൃഷിയൊക്കെ കൃത്യമായിട്ട് നടക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വിളവെടുപ്പും ഭംഗിയായിട്ട് നടത്താറുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തടിവെള്ളം എന്ന പ്രോജക്റ്റ് വഴി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തടിവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ പഠിക്കാനായിട്ട്, പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് നമ്മൾ ഈ മത്സ്യക്കാപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്ക് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ പദ്ധതി, ആ പദ്ധതികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ SC വിഭാഗക്കാർക്കായിട്ട് പഠനമുറി, പിന്നെ അവർക്ക് മേശാകസേര, അതുപോലെ തന്നെ വീട് മെയിൻ്റനൻസ് SC വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതൊക്കെ ഈ ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം നൽകിയിട്ടുള്ളതാണ്. ഇവിടെ ഈ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പദ്ധതികൾക്കെല്ലാം തന്നെ ഗുണഭോക്താക്കളുണ്ട്. അങ്ങനെ ഗുണഭോക്താക്കളില്ലാതെ വരുന്ന പ്രശ്നത്തിൽ STക്കാരുടെ ഗുണഭോക്താക്കൾ നമ്മുടെ വാർഡിലില്ല. ബാക്കി പദ്ധതികൾക്കൊക്കെ തന്നെ ഗുണഭോക്താക്കളുണ്ട്. ആവശ്യമായ ആളുകളിലോട്ട് പദ്ധതി വിഹിതം എത്തിക്കാൻ പറ്റാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വരും കാലങ്ങളിൽ പദ്ധതി വിഹിതം കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചില പദ്ധതികൾക്കൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് ഒരുമാതിരി ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി പോലുള്ള പദ്ധതികൾക്ക് ആവശ്യക്കാർ അധികമുണ്ട്. പക്ഷെ അതിവിടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യം ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം ഉള്ളതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ കൃഷി ചെയ്യൽ പ്രായോഗികമായിട്ട് നടക്കണില്ല. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ട്. പക്ഷെ അത്രത്തോളം ആവശ്യമായത് പൂർണ്ണമായിട്ടും കൊടുത്ത് എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനവും ആശാപ്രവർത്തനവും ഒക്കെ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമുക്കൊരു 4-5ഓളം മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടുത്തെ വയോജന കൂട്ടായ്മയാണ് അതിന് സഹായിച്ചത്. അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു സിദ്ധ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പ്രതിഭാവായനശാലയിൽ വെച്ചിട്ടാണ് ആ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. അതേപോലെ തന്നെ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മളൊരു ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ ഒരു മെഡിക്കൽ ക്യാമ്പ്, അലോപ്പതിയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ വായനശാലയിൽ വെച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 5ഓളം മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ ഒരു തിമിര ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ഈ അംഗൻവാടിയിൽ വെച്ച് നേത്രപരിശോധനാ ക്യാമ്പും നടത്തിയിട്ടുണ്ട്. അങ്ങനെ 5ഓളം മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ ഈ 5 വർഷക്കാലത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വയോജനങ്ങളുടെ സഹായത്തോടെ അവരും മുൻകൈ എടുത്തിട്ടാണ് ഈ സിദ്ധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമുക്ക് നടത്താൻ സാധിച്ചത്. വയോജനങ്ങൾ ഇവിടെ അംഗൻവാടി തന്നെയാണ് കൂടുന്നത്. എല്ലാ മാസവും 20-ാം തീയതി അവർ കൂടും. അവരിവിടെ പാട്ട് പാടും. കുറച്ച് നേരം അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് എല്ലാ മാസം 20-ാം തീയതി കൂടി പിരിയാറാണ്. പിന്നെ വർഷത്തിൽ എല്ലാ വർഷവും അവർ വാർഷികം നടത്താറുണ്ട്. അത് വിപുലമായിട്ട് നടത്തും. പിന്നെ കഴിഞ്ഞ വർഷം അവരെ നമ്മളൊരു ദിവസത്തെ ഒരു ടൂറിന് കൊണ്ടുപോയി. കുറച്ച് സ്ഥലങ്ങൾ അവർക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളധികം കാടും മേടും അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി ഒരു ദിവസം ഫുൾ അവരായിട്ട് പോയി അടിച്ചു പൊളിച്ച് രാത്രിയാണ് ഇവിടെ എത്തിയത്. അതിദരിദ്രരായിട്ടുള്ള 3 കുടുംബങ്ങളാണ് നമ്മുടെ വാർഡിലുള്ളത്. അതിനകത്ത് ആ 3 പേർക്കും ഇപ്പോൾ സർക്കാരിൻ്റെ അതിദരിദ്ര സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മരുന്ന്, പിന്നെ അതുപോലെ വീട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിദരിദ്ര മുക്തമാക്കുന്ന പരിപാടിയുടെ പദ്ധതികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ലൈഫുമായി ബന്ധപ്പെട്ട് 6ഓളം വീടുകൾ ഇപ്പം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു വീടിന് നമുക്ക് ഇതേവരെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അത് വഖഫ് ഭൂമിയാണ്, തർക്കഭൂമിയാണ്. വഖഫ് ഭൂമിയല്ല, ഈ നിലവിൽ കേസുള്ള ഭൂമി ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇതേവരെ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വീടിൻ്റെ നിർമ്മാണം മാത്രമേ തുടങ്ങാത്തുള്ളൂ. ബാക്കി 6 വീട് ലൈഫിൻ്റെ ഉള്ളത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്.
പൂർത്തീകരിച്ചേക്കണേ. ഈ കുടുംബശ്രീ സംരംഭകരെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് സംരംഭങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ വാർഡിലുണ്ട്. പിന്നെ സാഫിൻ്റെ സംരംഭമുണ്ട്. അതൊക്കെ നമ്മളിവിടെ ചെറുകിട റെസ്റ്റോറൻറ്റുകളായിട്ട് ഈ സാഫിൻ്റെ സംരംഭകർ ചെയ്യുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീ എന്നുള്ള നിലക്ക് കുടുംബശ്രീയിൽ നിന്ന് സ്വയം തൊഴിലിനുള്ള വായ്പ എടുത്തുകൊണ്ട് 2-3 സംരംഭങ്ങൾ നമ്മുടെ വാർഡിലുണ്ട്. അപ്പോൾ അതൊക്കെ സക്സസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംരംഭങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ കുടുംബശ്രീക്കാരുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മളുടെ കേരളം ഒട്ടാകെ ലഹരിക്കെതിരായിട്ടൊരു വലിയ ക്യാമ്പയിൻ നടന്നപ്പോൾ അതിൻ്റെ ഒരു വലിയ ക്യാമ്പയിൻ ഇവിടെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മളിവിടെ മഹിളാ സമാജവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് പഞ്ചായത്തിന് സൗജന്യമായിട്ട് വിട്ടു തന്ന് അവിടെ ഇപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളി വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് കരാറെടുത്ത് അതിൻ്റെ സോയിൽ ടെസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ അത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാവുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ചേച്ചിയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഒരു 5 ലക്ഷവും ഫണ്ടും കൂടി വെച്ചിട്ടാണ് 15 ലക്ഷം രൂപയുടെ ആ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നമ്മളോട് അതിന് 100% വില്ലിങ്ങായി ആ ഫണ്ട് നമുക്ക് ആദ്യമേ തന്ന് അതുമായി ബന്ധപ്പെട്ട് ആ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വേറൊരു പ്രോജക്റ്റും കൂടി നമുക്കിവിടെ കാറ്റാടി ബീച്ചിൽ തന്നിരുന്നു. ഫുഡ് സ്ട്രീറ്റ് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. പക്ഷേ അത് ആ സ്ഥലം നിലവിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും കേസും നിൽക്കുന്നതിൻ്റെ പേരിൽ നമുക്കത് ആ പദ്ധതി അവിടെ തുടങ്ങാൻ സാധിച്ചില്ല. കുടുംബശ്രീ പ്രവർത്തകരെ സംരംഭകരാക്കിക്കൊണ്ടായിരുന്നു ഫുഡ് സ്ട്രീറ്റ് എന്ന ആ പദ്ധതി അവിടെ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ അത് നിന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമുക്കൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഈ കാറ്റാടി ബീച്ചിൽ സ്ഥാപിക്കാനായിട്ട് നമുക്ക് അനുവദിച്ചതാണ്. പക്ഷേ അതും ഈ പറയുന്ന കൂട്ടി ഈ തർക്കം കേസ് നിൽക്കുന്നതിൻ്റെ പേരിൽ അവിടെ ഇതും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവർ ഈ പ്രദേശത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഫണ്ട് തരാനും എല്ലാം തയ്യാറായിരുന്നു. അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം 5 വർഷം ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പുകാരും അതുപോലെ ഹരിതകർമ്മസേന പ്രവർത്തകരും ഒക്കെയാണ്. അവരോടൊക്കെ ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്.